വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്ക് എന്നും പ്രിയങ്കരനാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. അതിന്റെ പേരിൽ തന്നെ ഏറെ വിമർശനങ്ങളും നേരിടാറുണ്ട്. ഇപ്പോഴത്തെ പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചെന്ന കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് താരം. വ്യാജ മേൽവിലാസത്തിൽ പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് എതിരെയുള്ള കേസ്. കേസിലെ വിടുതൽ ഹർജി തള്ളിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി സമർപ്പിച്ച ഹർജി CJM കോടതി തള്ളുകയായിരുന്നു. വ്യാജവിലാസത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ച കേസ് റദ്ദാക്കാനാകില്ലെന്നായിരുന്നു കോടതി അറിയിച്ചത്. ഇതേ തുടർന്നാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. വ്യാജവിലാസം ഉപയോഗിച്ച് പുതുച്ചേരിയിൽ 2 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചുവെന്നായിരുന്നു സുരേഷ് ഗോപിക്കെതിരായ കേസ്. 2010-2016 വർഷങ്ങളിൽ സുരേഷ് ഗോപി 2 ആഡംബര കാറുകൾ വ്യാജവിലാസമുണ്ടാക്കി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തുവെന്നതായിരുന്നു കേസ്. ഇതിലൂടെ സംസ്ഥാനത്തിന് 30 ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് കുറ്റപത്രം. പുതുച്ചേരിയിൽ ചാവടിയിലെ കാർത്തിക അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുന്നുവെന്ന് വ്യാജവിലാസം ഉണ്ടാക്കിയാണ് വാഹനങ്ങൾ സുരേഷ് ഗോപി രജിസ്റ്റർ ചെയ്തതെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. പുതുച്ചേരിയിലെ കൃഷിയിടം നോക്കി നടത്തുന്നതിനുള്ള സൗകര്യത്തിന് അവിടെ വീട് വാടകയ്ക്കെടുത്തിരുന്നുവെന്നും ആ വിലാസത്തിലാണ് വാഹന രജിസ്ട്രേഷൻ നടത്തിയതെന്നുമുള്ള സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. ഇത് സംബന്ധിച്ച വാടക ചീട്ടുകൾ ഉൾപ്പെടെയുള്ള രേഖകളുമുണ്ടെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം. MP ആകുന്നതിന് മുൻപും ശേഷവും വാങ്ങിയ 2 വാഹനങ്ങൾ പോണ്ടിച്ചേരി രജിസ്റ്റർ ചെയ്തത് വഴി നികുതി ഇനത്തിൽ 30 ലക്ഷത്തോളം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. 2019 അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. BJPയുടെ രാജ്യസഭാ MP ആയിരുന്നു സമയത്ത് തൃശൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴായിരുന്നു പരാജയം. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മികച്ച വിജയം നേടി. കേരള BJP നിന്നുള്ള ആദ്യത്തെ BJP MP ആയി മാറി. 74,686 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. 3ാം മോദി മന്ത്രിസഭയിൽ വിനോദസഞ്ചാരം, പെട്രോളിയം, പ്രകൃതിവാതക സഹമന്ത്രിയാണ്. അതേസമയം തന്റെ രാഷ്ട്രീയത്തോടൊപ്പം അഭിനയവും മുന്നോട്ട് കൊണ്ടുപോകുകയാണ് നടൻ. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സുരേഷ് ഗോപിയുടെ 257ാമത്തെ ചിത്രമായ വരാഹത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത്. 100ഓളം സെലിബ്രിറ്റി പേജുകളിലൂടെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയധികം സെലിബ്രിറ്റികൾ ഒരുമിച്ച് തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡ്സിലൂടെ പോസ്റ്റർ ഷെയർ ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ് വരാഹം എന്നതും പ്രത്യേകതയാണ്.